ഹായ്. അപ്പോൾ വീണ്ടും ഒരു KSRTC യാത്രയിൽ ടൂർ പോയ കാര്യം എക്സ്പീരിയൻസ് പറയാനായിട്ടാണ് വന്നത്. നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു 5:30 ആയപ്പോഴത്തേക്കും പിറവം ഡിപ്പോയിൽ നിന്ന് പുറപ്പെടാൻ നോക്കി. പക്ഷേ ഞങ്ങൾ വളരെ ലേറ്റായിട്ട് വന്നുകൊണ്ട് പോകാൻ പറ്റിയില്ല. അതിന് ശേഷമാണ് പോയത്. നമ്മളെപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ടൊന്നും ആക്കാനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഇവിടെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വണ്ടിയിൽ. പിന്നെ നമ്മൾ എണ്ണപ്പനകളാട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഗവൺമെൻറ് അണ്ടറിൽ വരുന്ന എണ്ണപ്പനകളാണ് ഈ പാമോലൊക്കെ യൂസ് ചെയ്യാനായിട്ട്. പിന്നെ പോണ വഴിക്ക് ഞങ്ങൾ സിൽവർ സ്റ്റോമൊക്കെ കണ്ടു. നമ്മൾ സ്കൂളിൽ പണ്ട് ചെറുപ്പത്തിലൊക്കെ പോയിട്ടുള്ള സ്ഥലമാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വൃന്ദാവൻ എന്ന റെസ്റ്റോറൻറ്റിൽ കയറി. ഭയങ്കര ക്യൂ ആയിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ ക്യൂവിലൊക്കെ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നല്ല റിച്ച് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഞാൻ പൂരിയും ഇടിയപ്പം അപ്പമാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഒരു ബൂസ്റ്റും കഴിച്ചിട്ട് ക്ലോസ് ചെയ്തു. പിന്നെ നമ്മൾ അതിരപ്പള്ളിയിലോട്ടാണ് പോയത്. അവിടെ പാസ്സൊക്കെ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്കിടെ ഇങ്ങനെ കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ. വെയിലൊന്നുമില്ല, തണുപ്പാണ്, പക്ഷേ എന്നാലും കുറച്ച് ദൂരം നടക്കണം. പിന്നെ ഞങ്ങൾ അവിടെ എത്തി. ഞാൻ താഴോട്ടൊന്നും പോയില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഭയങ്കര വെയിലായിരുന്നു. പിന്നെ അതിന് മുന്നേ പോയിട്ടുള്ളതുകൊണ്ട് അത്ര ഞാൻ ഇറങ്ങിയില്ല. പിന്നെ അവിടെ ഒരു ചെറിയൊരു ഓലയൊക്കെ വെച്ചിട്ടൊരു ചെറിയൊരു കൂരയുണ്ട്. അതിലേക്ക് ഒരു അരമണിക്കൂറോടെ ഇരുന്നു. പിന്നെ തിരിച്ചു പോന്നു. പോണ വഴിക്ക് നല്ല അടിപൊളി പൈനാപ്പിളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചു. പിന്നെ ഞങ്ങൾ ഒരു വെള്ളച്ചാട്ടമൊക്കെ കണ്ടു. പിന്നെ വേറൊരു വെള്ളച്ചാട്ടത്തിൽ പോകാനായിട്ട് ഞങ്ങൾ പോയി. അതിൻ്റെ പേര് കറക്റ്റ് വാഴച്ചാൽ അങ്ങനെ എന്തോ ആണ്. പക്ഷേ ഈ ഒരു നല്ലൊരു വെള്ളച്ചാട്ടം, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അടുത്ത് നമുക്ക് കാണാൻ പറ്റും. വെള്ളച്ചാട്ടമൊക്കെ നല്ലതായിരുന്നു. പിന്നെ ഭയങ്കര പാട്ടും ബഹളമൊക്കെ ആയിരുന്നു KSRTC ബസ്സിൽ. പോണ റൂട്ടൊക്കെ ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ നോർമലി ടൂറിസ്റ്റ് ബസ്സിൽ പോണേക്കാളും നല്ലത് ഈ KSRTCയിലാണ്. നമുക്ക് കാടൊക്കെ നല്ല എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നല്ല രസമായിട്ടൊക്കെ നല്ലൊരു ഭംഗിയാണ്. പിന്നെ വന്ന വഴിക്ക് ഇങ്ങനെ സ്നാക്സ് കഴിക്കണം കേട്ടോ. കാരണം ഞാൻ ഡാമൊക്കെ കണ്ടു. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ മലക്കപ്പാറയിലെത്തി. അവിടെയാണ് നമുക്ക് ലഞ്ച് പ്ലാൻ ചെയ്തത്. അപ്പം അവിടെ ഒരു വീട്ടിലാട്ടോ ലഞ്ച് പ്ലാൻ ചെയ്തത്. അവർ കിടക്കുന്ന ബെഡിലേക്കാട്ടോ ലഞ്ച് തന്നിട്ട് തന്നെ. പക്ഷെ നമുക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. അതിനുശേഷം ക്യൂ നിന്ന് പിന്നെയാണ് നമുക്ക് ലഞ്ച് കിട്ടിയത്. നല്ലൊരു ഹോംലി ഫുഡായിരുന്നു കേട്ടോ. സാമ്പാറും പപ്പടമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഒരു കപ്പലണ്ടി മിഠായി കഴിച്ചു. പിന്നെ ഞങ്ങളുടെ വണ്ടി തമിഴ്നാടിൻ്റെ അതിർത്തി അപ്പുറമാണ്. തമിഴ്നാട്ടിലാണ് വണ്ടി കിടക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കാല് ഞാൻ വെച്ചു. തമിഴ്നാട്ടിലേക്ക് ഞാൻ പോയി വണ്ടി കയറാനായിട്ട് വണ്ടി കയറി. പിന്നെ ഞങ്ങൾ അടുത്തത് ഷോളയാർ ഡാമാണ് ഞങ്ങൾ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. അവിടെ പോയി. അവിടെ ഈവനിങ് ആയപ്പോഴേക്കും എത്തി. നല്ല രസമായിരുന്നു. നല്ല കാറ്റൊക്കെ കൊണ്ട് കുറച്ച് നേരം അവിടെ നിന്നു. കുറേ ഫോട്ടോയൊക്കെ എടുത്തു, വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ കുറച്ച് നേരം അവിടെ എക്സ്പ്ലോർ ചെയ്തു. പിന്നെ അതേ കണ്ടു അവിടെ ഉല്ലാസയാത്ര എന്നൊക്കെ പറഞ്ഞു അവിടെ KSRTC ബസ്സിൻ്റെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട്. കുറേ പേര് ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അമ്മയും ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊരു കോവിലിലാണ് പോയത്. അവിടെ നമ്മുടെ തമിഴ്നാട്ടിലെ കോവിലൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അത് കാണാൻ വേണ്ടി ഞാൻ ഇറങ്ങിയതാണ്. ഈ തേയിലത്തോടിൻ്റെ താഴെ കേട്ടോ ഈ കോവിലിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അവിടെ കുറച്ചേരം നിന്നു. ഇത് തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു ചെറിയ ആനേനെ കണ്ടു. വലിയ ആനേനെ പ്രതീക്ഷിച്ചത്, പക്ഷേ ചെറിയ ആനേനെങ്കിലും കണ്ടു. അങ്ങനെ പിന്നെ രാത്രി ഡിന്നർ കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറി. അമ്മ മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. ഞാനത് കുറച്ച് കൈറ്റ് വരെ കഴിച്ചു. ഞാൻ ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണിയാണ്. നല്ല ടേസ്റ്റായിരുന്നു ചിക്കൻ ബിരിയാണിക്ക്. അത് കഴിച്ചു. പിന്നെ ഒരു ഫ്രഷ് ലൈമും കുടിച്ച് എൻ്റെ ഡിന്നർ ഞാൻ ക്ലോസ് ചെയ്തു. പിന്നെ ഒരു പെരിഞ്ചീരകവും കഴിച്ചു. പിന്നെ ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും പിറവം ഡിപ്പോയിൽ ഞാൻ എത്തി. ഞങ്ങൾ തിരിച്ചു വന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എക്സ്പീരിയൻസ് ചെയ്യാത്തവർ എക്സ്പീരിയൻസ് ചെയ്യുക. നല്ലൊരു യാത്രയാട്ടോ. താങ്ക് യു.